തിരുവനന്തപുരം സ്ലാങ് ആണോ അതോ തൃശ്ശൂർ സ്ലാങ് ആണോ ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് തോന്നുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏത് സ്ലാങ് ആണ് ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അവർക്ക് ഏത് സ്ലാങ് ആണ് കൂടുതൽ ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തൃശ്ശൂർ സ്ലാങ്, ട്രിവാൻഡ്രം സ്ലാങ് ഇല്ലേ, അത് ഏറ്റവും ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ലാങ് ഏതാണ്? ട്രിവാൻഡ്രമാണ്. എന്താണ് കാരണം? അത് സുരാജ് വെഞ്ഞാറമ്മൂടിയുടെ നമുക്കൊരു ഇതായതാണല്ലോ, സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രമാണ് ഇഷ്ടം. റീലിലൊക്കെ സംസാരിക്കണ ആ ഒരു സ്ലാങ് എൻജോയ് ചെയ്യാറുണ്ടോ? എൻജോയ് ചെയ്യാറുണ്ട്. തീർച്ചയായും. സംസാരിക്കാൻ അറിയോ തിരുവനന്തപുരം സ്ലാങ്ങിൽ? ഇല്ല, അറിയില്ല. എൻജോയ് ചെയ്യാറുണ്ടല്ലേ? എൻജോയ് ചെയ്യാറുണ്ട്. താങ്കൾക്ക് ഏതാണ്, തൃശ്ശൂർ സ്ലാങ് ആണോ അതോ തിരുവനന്തപുരം സ്ലാങ് ആണോ ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഫണ്ണി ആയിട്ട് തിരുവനന്തപുരം തോന്നുന്നു. തിരുവനന്തപുരം റീൽസ് ഒക്കെ കാണാറുണ്ടോ? തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള ആ സിനിമയൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ല, കുഴപ്പമില്ല. അതായത് കേൾക്കാൻ നല്ല രസമുള്ള തമാശയൊക്കെ തോന്നാൻ? തമാശയാണ് ട്രിവാൻഡ്രം ആയിരിക്കും. എന്താണ് എന്തെങ്കിലും അവരുടെ സംസാരം, ആ സ്ലാങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റീൽസും മറ്റേ സ്കിറ്റുകളിലൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? അവരുടെ ഒരു സ്ലാങ് മൂഡൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? തിരുവനന്തപുരം. എന്തുകൊണ്ടാണ്? ഞാൻ അവിടെയാണ് പഠിച്ചത്, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ സ്ലാങ് നിങ്ങൾ അവരുടെ സംസാരത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? പറയാൻ അറിയോ അവരുടെ സ്ലാങ് എന്തെങ്കിലും? ഇല്ല. റീൽസും സ്കിറ്റുകളിലൊക്കെ അവരുടെ ഒരു സ്ലാങ് വരുമ്പോ കൂടുതൽ എൻജോയ്മെന്റ് തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിനൊരു അപ്പി അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് തോന്നാറുണ്ടോ? ചില ടൈമില്, പക്ഷെ എല്ലാരും അങ്ങനെയല്ല ടോക്കിയാണ്. തൃശ്ശൂരത്തെയും കോമഡിയാണ് ചില ടൈമില്. റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാറില്ല. ട്രിവാൻഡ്രം ഭയങ്കര പറയാൻ അറിയാം എന്തെങ്കിലും ഡയലോഗ്? ഫ്രണ്ട്സിനുണ്ട്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ? ഫ്രണ്ട്സ് ട്രിവാൻഡ്രമാണ്, തൃശ്ശൂരാണ്. അവർ ആ രീതിയിലാണ് സംസാരിക്കുന്നത്? അല്ല, അവര് കോമഡി ട്രിവാൻഡ്രം സ്ലാങ് ടോക്കിയും, അല്ലെങ്കിൽ തൃശ്ശൂർ. അതായത് ട്രിവാൻഡ്രം ഇപ്പൊ റീൽസിലായാലും നമ്മുടെ ഷോർട്ട് ഫിലിംസിലായാലൊക്കെ ട്രിവാൻഡ്രം സ്ലാങ് വരുമ്പോ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ഒക്കെ പോലത്തെ റീൽസ്, അവരുടെ റീൽസ് ഇഷ്ടം. അവരുടെ ട്രിവാൻഡ്രത്ത് എനിക്കറിയില്ല, ഈ അവര് വർക്കലയാണ്, കൊല്ലാണ്. എനിക്ക് അങ്ങനത്തെ ഈ പറയുന്ന പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ സ്ലാങ് അടിപൊളിയാണ്. അവരാ കാട്ടാക്കടയുടെ ആ സാധനം, പിന്നെ സുബിൻ ടാർസൻ അവരൊക്കെ, പിന്നെ ആം സൂപ്പർ ഹീറോ, അങ്ങനെ കുറെ പേരുണ്ട് ഇൻഫ്ലുവൻസേഴ്സ്. അവര് ആ ഒരു സ്ലാങ് യൂസ് ചെയ്തിട്ട് നോർമലി നമ്മള് കേൾക്കാൻ രസമുണ്ട്. കമ്പാരിറ്റീവ്ലി തൃശ്ശൂരിനെക്കാളും ട്രിവാൻഡ്രം കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ട്. തിരുവനന്തപുരം എന്തുകൊണ്ടാണ്? ഓരോ ശൈലി പ്രത്യേക ഇതുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ റീൽസിലായാലും ഇപ്പൊ നമ്മുടെ സിനിമകളിലൊക്കെ ആയാലും ആ ഒരു തിരുവനന്തപുരം കൊല്ലം സൈഡാണ് ഇച്ചിരി കൂടെ അവരുടെ ആൾക്കാരാണ് കൂടുതലും. അവർ എൻജോയ് ചെയ്യാറുണ്ട് അവരുടെ ഭാഷ. അവരുടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ സ്ലാങ്ങില്? അറിയില്ല. ഓക്കെ. തിരുവനന്തപുരമാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സ്ലാങ് ആണോ അതോ തൃശ്ശൂർ സ്ലാങ് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ളത്? ട്രിവാൻഡ്രം. എന്തുകൊണ്ടാണ്? ട്രിവാൻഡ്രം അങ്ങനെയാണല്ലോ. ഞാൻ തൃശ്ശൂർ സ്ലാങ് കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അറിയാം. തിരുവനന്തപുരം സ്ലാങ് പറയാൻ പറ്റുമോ? എങ്ങനെയില്ല. അവരുടെ ഈ നമ്മൾ ഇൻസ്റ്റയില് ഇൻഫ്ലുവൻസർ റീൽസ് കണ്ടിട്ടില്ലേ തിരുവനന്തപുരം സ്ലാങ്? എൻജോയ് ചെയ്യാറുണ്ടോ? മറ്റേ സൂരജ് അവരുടെ വീഡിയോ ആണ്, അല്ലാണ്ട് അങ്ങനെ കാണാറൊന്നുമില്ല യൂട്യൂബൊക്കെ. തിരുവനന്തപുരം സ്ലാങ് എവിടെ കേട്ടിട്ടുള്ളത്? തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് മറ്റേ അവരൊക്കെ സംസാരിക്കാൻ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറ്? ഇത് എന്തിട്ടാ പറയണെന്ന് ആലോചിക്കില്ലേ നമ്മള്? അങ്ങനത്തെ രീതികള്.